90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം. ഘട്ട ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ ഉമേഷ് വരാമൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. LDFനെയും UDFനെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്കായി LDF നാടിന് ഒറ്റുകൊടുത്തെന്ന ആരോപണം. UDF സൂര്യവെളിച്ചത്തെ പോലും വെറുതെ വിട്ടില്ല. ശബരിമല വിശ്വാസികളെ സർക്കാർ ലാത്തികൊണ്ട് നേരിട്ടപ്പോൾ UDF മൗനം പാലിച്ചെന്നും നരേന്ദ്രമോദി. BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച് പാലക്കാട് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഡോളർ കടത്തിലെന്ന ആരോപണം. ഹത്രാസിൽ UP സർക്കാർ പെരുമാറിയതുപോലെയാണ് വാളയാറിൽ കേരള സർക്കാരിന്റെ ഇടപെടലെന്നും പ്രിയങ്ക ഗാന്ധിയുടെ കരുനാഗപ്പള്ളിയിലെ പര്യടനം തുടരുന്നു. ഇരട്ട വോട്ട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി. ക്രമക്കേടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം നിരസിച്ച് ഹൈക്കോടതി. ഹർജിയിൽ അന്തിമ വിധി നാളെ. പരാതിയിൽ കൂടുതൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. വോട്ടർ പട്ടികയിൽ ഇനി മാറ്റം വരുത്താൻ കഴിയില്ല. ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് രമേശ് ചെന്നിത്തല കോടതി. ജനവിധി അട്ടിമറിക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 ദിവസത്തിനുള്ളിൽ ഒരു ബോംബ് വരുമെന്ന പ്രചാരണം ഇതിന്റെ ഭാഗം. ഏത് ബോംബിനെയും നാട് നേരിടും. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ ജയിപ്പിക്കാൻ CPIM വോട്ടുമറിക്കുമെന്ന് VD സതീശൻ. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപത്തിൽ മാപ്പ് പറഞ്ഞ് മുൻ MP ജോയ്സ് ജോർജ്. പരാമർശം അനുചിതമായി പോയെന്നും ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും മുൻ MP. വിവാദമായത് ഇരട്ടിയാറിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നടത്തിയ പ്രസംഗം. വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ജോയ്സ് ജോർജിനെ തള്ളി CPIM-ഉം മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഭരണ തുടർച്ച പ്രവചിച്ച് 24 പ്രീപോൾ സർവേ. 17ഇടത്ത് പ്രവചനാതീത പോരാട്ടം. LDFന് 76, UDFന് 46 സീറ്റുകൾ. കോൺഗ്രസിനെതിരെ PC ചാക്കോ. ഒളിഞ്ഞും തെളിഞ്ഞും BJPയുമായി ബന്ധമുള്ളത് കോൺഗ്രസിനെന്ന് ആരോപണം. മഹാരാഷ്ട്രയിൽ BJPയുമായി NCP ചർച്ച നടത്തിയിട്ടില്ല. വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് അജണ്ട. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ പേർ NCPയിലേക്ക് എത്തുമെന്നും PC ചാക്കോ 24നോട്. ബംഗാളിലും അസമിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കും. ബംഗാളിൽ 30ഉം അസമിൽ 39 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് റാലികളുമായി അമിത്ഷായും മമതാ ബാനർജി നന്ദിഗ്രാമിൽ. DMK സഖ്യത്തിൽ നിന്ന് CPIM പണം വാങ്ങിയെന്ന കമൽഹാസന്റെ ആരോപണം തള്ളി പ്രകാശ് കാരാട്ട്. കമലിന് രാഷ്ട്രീയം അറിയില്ലെന്ന് മറുപടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് സന്ദീപ് നായരുടെ അഭിഭാഷക. തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെന്ന വാദം തെറ്റ്. പരാതി നൽകിയത് സന്ദീപ് നായരുടെ അഭിഭാഷകനല്ലെന്ന വിശദീകരണവുമായി ക്രൈംബ്രാഞ്ച്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുറച്ചു. പെട്രോളിന് 22 പൈസയും ഡീസലിന് 24 പൈസയും കുറച്ചു. കൊച്ചിയിൽ ഇന്ന് പെട്രോളിന് 90 രൂപ 72 പൈസ, ഡീസലിന് 85 രൂപ 29 പൈസ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മെഡിസെപ് തുടങ്ങാൻ സർക്കാരിന് അനുമതി നൽകി ഹൈക്കോടതി. റിലയൻസ് ഇൻഷുറൻസ് കമ്പനി നൽകിയ ഹർജി തള്ളി. പദ്ധതിക്കായി 2019 തെരഞ്ഞെടുത്തത് റിലയൻസ് ഇൻഷുറൻസ് കമ്പനി. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കേരള ബാറ്റ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ രക്ഷിതാക്കൾക്ക് ഇരട്ട വോട്ടെന്ന ആരോപണം. തെളിവ് പുറത്തുവിട്ട് CPIM. തിരുവില്ലാമലയിലെ 129 ബൂത്തിലും ഒറ്റപ്പാലത്തും വോട്ടെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി കേരള കോൺഗ്രസ് ജോസ് വിഭാഗം. വോട്ടിംഗ് മെഷീനിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ വ്യക്തമായി തെളിഞ്ഞിട്ടില്ലെന്ന് കേരള കോൺഗ്രസ്. നേമത്തെ BJP അക്കൗണ്ട് ഇത്തവണ ക്ലോസ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇടതുമുന്നണിക്ക് ജനപിന്തുണ വർദ്ധിച്ചു. 2016 സീറ്റ് നില ഇടതുമുന്നണി മറികടക്കുമെന്നും മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശു വാങ്ങിയുള്ള സർവേയെന്ന് NK പ്രേമചന്ദ്രൻ MP. പ്രീപെയ്ഡ് സർവേ മാത്രമാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സാഹചര്യത്തിൽ എന്തിന് സർവേകൾക്ക് അനുമതി നൽകുന്നതെന്നും NK പ്രേമചന്ദ്രൻ. ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് പ്രസ്താവന അപക്വമെന്ന് PJ ജോസഫ്. പരാജയ ഭീതി കാരണമാകാം ഇത്തരം പരാമർശങ്ങൾ എന്ന് PJ ജോസഫ്. ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ചവർ പിൻവലിച്ചെന്നും ഇപ്പോൾ തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടി 24നോട്.
NSSനെതിരെ രൂക്ഷ വിമർശനവുമായി KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. അനർഹമായി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന NSS നിലപാട് പിന്നാക്ക വിഭാഗങ്ങളോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളി. തെരഞ്ഞെടുപ്പിലെ KPMSന്റെ രാഷ്ട്രീയ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നും പുന്നല ശ്രീകുമാർ. ലവ് ജിഹാദ് യോഗി ആദിത്യനാഥിന്റെ അജണ്ടയാണെന്നും CPIM ഏറ്റെടുക്കില്ലെന്നും പൊളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻ പിള്ള. ജോസ് കെ മാണിയുടെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്തു. കോലീബി സഖ്യം പിടിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് CPIM BJP ബാന്ധവം ആരോപിക്കുകയാണെന്നും SRP. എലത്തൂരിൽ വിജയമുറപ്പെന്ന് AK ശശീന്ദ്രൻ. വികസനവും രാഷ്ട്രീയവും മാത്രമാണ് പ്രചാരണ വിഷയങ്ങളെന്നും AK ശശീന്ദ്രൻ 24നോട്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. പാർട്ടി പറഞ്ഞാലും മത്സരിക്കില്ലെന്നും ബുദ്ധിമുട്ട് പാർട്ടിയെ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയും ഭയപ്പെടാതെ കാര്യം പറയുകയാണെന്നും EP ജയരാജൻ. സുരേഷ് ഗോപിക്കെതിരെ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ദിലീപ് നായർ. ഗുരുവായൂരിൽ UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്ന പരാമർശം ദൗർഭാഗ്യകരം. BJP പ്രവർത്തകരെ ഒപ്പം നിർത്താൻ സാധിച്ചെന്നും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും ദിലീപ് നായർ. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 56,211 കോവിഡ് കേസുകളും 271 കോവിഡ് മരണവും. 37,028 പേർക്ക് രോഗമുക്തി. രാജ്യത്താകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5,40,40,000 കടന്നു. ഡിജിറ്റൽ വാലറ്റ് കമ്പനിയായ മൊബിക്വിക്ക് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കെന്ന് റിപ്പോർട്ട്. 3.5 മില്യൺ ഉപയോക്താക്കളുടെ KYC വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഡാർക്ക് വെബിൽ ലഭ്യമെന്ന് സെക്യൂരിറ്റി റിസർച്ചറുടെ വെളിപ്പെടുത്തൽ. ആരോപണം നിഷേധിച്ച് കമ്പനി. ഡൽഹിയിൽ 76 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന താപനില ഇന്നലെ രേഖപ്പെടുത്തി. 1945 ശേഷം 40.1 ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെടുന്നത് ഇതാദ്യം. മാർച്ച് മാസത്തിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 8 ഡിഗ്രി സെൽഷ്യസ് അധിക ചൂടാണ് അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അസമിലെ 8 ദിനപത്രങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 47 സീറ്റുകളിൽ BJP ജയിക്കുമെന്ന് പത്രങ്ങളുടെ തലക്കെട്ടായി പരസ്യം നൽകിയതിന് എതിരെയാണ് നോട്ടീസ്. പത്രപരസ്യം നൽകിയത് ആദ്യഘട്ട പോളിംഗ് ശനിയാഴ്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ. ജമ്മു കശ്മീരിലെ സോപ്പോറിൽ ഇന്നലെ മുനിസിപ്പൽ കൗൺസിൽ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. കൗൺസിലർ ഷാംസ് ഉദ്ദീനാണ് മരിച്ചത്. ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ആയി. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് കോവിഡ്. സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. രോഗവിവരം പുറത്തുവിട്ടത് ട്വിറ്ററിലൂടെ. പശ്ചിമ ബംഗാളിൽ വിവിധയിടങ്ങളിലായി നടന്ന പരിശോധനയിൽ 248,90,00,000 രൂപ പിടിച്ചെടുത്തെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ബസു. പരിശോധന നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. പരിശോധന തുടരുമെന്നും സഞ്ജയ് ബസു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രചാരണത്തിനെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ L മുരുകൻ മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ ധാരാപുരത്ത് ഉച്ചയ്ക്കെത്തും. വൈകിട്ട് പുതുച്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. പ്രമുഖ പഞ്ചാബി ഗായകൻ ദിൽജാൻ കാർ അപകടത്തിൽ മരിച്ചു. അപകടം നടന്നത് അമൃത്സറിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ കാർ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ്. 3 റഫാൽ വിമാനങ്ങൾ കൂടി നാളെ ഇന്ത്യയിലെത്തും. 4ാം ബാച്ച് റഫാൽ വിമാനങ്ങൾ അംബാലയിൽ ഗോൾഡൻ ആരോ സ്ക്വാഡ്രന്റെ ഭാഗമാകും. ഫ്രാൻസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാൻ UAE സൗകര്യമൊരുക്കും. ഗോവ മുൻ നിയമസഭാ സ്പീക്കർ സുരേന്ദ്ര സിർസദ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അന്ത്യം വാർദ്ധക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുമ്പോൾ. നിർത്തിവച്ചിരുന്ന കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി നൽകാനൊരുങ്ങി കർണാടക സർക്കാർ. ക്വാറികൾക്കും ക്രഷറുകൾക്കും പ്രവർത്തനം ആരംഭിക്കാം. മൈൻഡ് ആൻഡ് ജിയോളജി വകുപ്പ് ഉത്തരവിറക്കി. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ഗുരുദ്വാരയിൽ ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 17 പേർ അറസ്റ്റിൽ. കലാപമുണ്ടാക്കിയതിനും പോലീസിനെ ആക്രമിച്ചതിനും നിരവധി പേർക്കെതിരെ കേസ്. ആക്രമണമുണ്ടായത് സിഖ് ആഘോഷമായ ഹോല മൊഹല്ലയുടെ ഭാഗമായി നടത്താനിരുന്ന പൊതുഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ. രാജ്യത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ. അസം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട്. ജാഗ്രതാ നിർദ്ദേശം നാളെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മ്യാൻമറിൽ നിന്നെത്തുന്ന അഭയാർത്ഥികൾക്ക് ഭക്ഷണമോ താമസ സൗകര്യമോ നൽകരുത് എന്ന ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ. നടപടി ഉത്തരവ് വിവാദമായതോടെ അടിയന്തര ഘട്ടങ്ങളിൽ മെഡിക്കൽ സൗകര്യത്തിന് മാത്രം അനുമതി നൽകുന്ന ഉത്തരവാണ് പിൻവലിച്ചത്.
ഡൽഹിയിലെ BJP നേതാവ് GS ബാവയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് വീടിനടുത്ത പാർക്കിൽ നിന്ന്. പശ്ചിമ ഡൽഹി BJP യൂണിറ്റ് മുൻ ഉപാധ്യക്ഷനാണ് GS ബാവ. വെള്ളിയാഭരണങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി. ഗോശാലകളുടെ പ്രവർത്തനങ്ങൾക്കായി തുക വിനിയോഗിക്കും. ഗോസംരക്ഷണത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വിജയ് രൂപാണി. അസമിലെ ഗൊസൈഗാവിൽ വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ പിടികൂടിയത്. അന്വേഷണം ആരംഭിച്ച് പോലീസ്. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. മ്യാൻമറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500 കടന്നതായി റിപ്പോർട്ടുകൾ. സൈനിക അട്ടിമറിക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ആരംഭിച്ചത് ഫെബ്രുവരി. ഫൈസർ മൊഡേണ കോവിഡ് വാക്സിനുകൾ ഫലപ്രദമെന്ന് US CDCയുടെ പഠന റിപ്പോർട്ട്. ആദ്യ ഡോസ് സ്വീകരിച്ചവരിൽ രോഗം വരാനുള്ള സാധ്യത 20% മാത്രം. പഠനം നടത്തിയത് 4000 പേരിൽ. രാജ്യത്തെ വാക്സിനേഷൻ ക്യാമ്പയിൻ ഫലപ്രാപ്തിയിലേക്കെന്ന് CDC ഡയറക്ടർ റോഷ്ലെ വാലൻസ്കി. ഇന്തോനേഷ്യയിലെ ക്രൈസ്തവ ദേവാലയത്തിന് പുറത്തുണ്ടായ സ്ഫോടനത്തിൽ മക്കാസാറിലെ ദമ്പതികൾക്ക് പങ്കെന്ന് സംശയം. IS-മായി ബന്ധമുള്ള ഭീകര സംഘടനയിലെ അംഗങ്ങളാണ് ഇരുവരുമെന്ന് പോലീസ്. ഓശാന ഞായറാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ അടിയന്തര ലോക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനം. നിയന്ത്രണം ഏപ്രിൽ 1 മുതൽ 2 ആഴ്ചത്തേക്ക്. തീരുമാനം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ സംഘം തുർക്കി സന്ദർശിക്കും. ഏപ്രിൽ 6-നാണ് സന്ദർശനം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗനുമായി കൂടിക്കാഴ്ചയും നടത്തും. കാനഡയിൽ അസ്ട്രാസെനേക വാക്സിൻ വിതരണം 55 വയസ്സിൽ മുകളിലുള്ളവർക്ക് മാത്രം. തീരുമാനം വാക്സിൻ സ്വീകരിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ രക്തം കട്ടപിടിക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ. ചൈനയിൽ നിന്നുള്ള ആദ്യഘട്ട കോവിഡ് വാക്സിൻ ഫലസ്തീനിലെത്തി. രാജ്യത്തെത്തിയത് 1 ലക്ഷം സിനോഫാം വാക്സിൻ ഡോസുകൾ. വാക്സിനേഷൻ ആരംഭിക്കുന്നതോടെ കോവിഡ് വ്യാപനം തടയാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഫലസ്തീൻ ആരോഗ്യമന്ത്രി. മ്യാൻമറിലെ ആക്രമണത്തെ അപലപിച്ച് ഫ്രാൻസ്. അന്ധവും ക്രൂരവുമായ ആക്രമണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ യവ്സ് ലെ ഡ്രിയാൻ. എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്നും ആക്രമണം അവസാനിപ്പിക്കണമെന്നും ആവർത്തിച്ച് മന്ത്രി. ബ്രസീലിൽ 2 മന്ത്രിമാർ സ്ഥാനമൊഴിയുന്നു. പ്രതിരോധ മന്ത്രി ഫെർണാണ്ടോ അസവെഡോ ഇ സിൽവ രാജിവെച്ചു. വിദേശകാര്യമന്ത്രി ഏണസ്റ്റോ അറൌജോയും സ്ഥാനമൊഴിയുന്നതായി ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് വിയറ്റ്നാം എയർലൈൻസ് ഉദ്യോഗസ്ഥന് തടവ് ശിക്ഷ വിധിച്ച് കോടതി. നടപടി ക്വാറന്റീൻ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. രാജ്യത്തെ മുതിർന്ന പൗരന്മാരിൽ 90% പേർക്കും ഏപ്രിൽ 19-നകം വാക്സിൻ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. മാസ്ക് നിർബന്ധമാക്കുന്ന നടപടി പുനഃസ്ഥാപിക്കണമെന്ന് പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം. കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയിൽ ഉഗാണ്ട. ഉരുകിക്കൊണ്ടിരിക്കുന്ന ഹിമപാളികളാണ് ഭീഷണിക്ക് കാരണം. കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചത് 25,000-ലധികം വീടുകൾ. 1,70,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വസ്ത്രവ്യാപാര ബ്രാൻഡായ H&Mനെതിരെ മുന്നറിയിപ്പുമായി ചൈനീസ് ഭരണകൂടം. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ നിന്ന് പരുത്തി വാങ്ങിയില്ലെങ്കിൽ വസ്ത്രവ്യാപാരം അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ്. ചിപ്പ് നിർമ്മാണത്തിൽ ബദൽ മാർഗം തേടി ജപ്പാൻ. തായ്വാനിലെ ചിപ്പ് നിർമ്മാണ കമ്പനിയുമായി ചർച്ച നടത്തിയെന്ന് സർക്കാർ. തീരുമാനം രാജ്യത്തെ പ്രധാന ചിപ്പ് നിർമ്മാണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന്. കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക അസ്ഥിരത വർദ്ധിക്കാൻ കാരണമാകുമെന്ന് കാലാവസ്ഥാ സാമ്പത്തിക വിദഗ്ധരുടെ പഠന റിപ്പോർട്ട്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. പഠന റിപ്പോർട്ട് ഇക്കണോമിക് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൽ പ്രസിദ്ധീകരിച്ച സർവേ. പുതിയ വെബ്സൈറ്റുമായി ഡൊണാൾഡ് ട്രംപ്. 45ാമത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് തുടങ്ങുന്നതെന്ന് ട്രംപും ഭാര്യ മെലാനിയും. 45office.com എന്ന പേരിലാണ് വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. സ്പോർട്സ്. ലോക ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ന് പോർച്ചുഗൽ ബെൽജിയം ടീമുകൾ കളത്തിൽ. പോർച്ചുഗൽ ലക്സംബർഗിനെ നേരിടും. ബെലാറസാണ് ബെൽജിയത്തിന്റെ എതിരാളി. സീസൺ അവസാനിക്കുന്നതോടെ ക്ലബ്ബ് വിടുമെന്ന സൂചന നൽകി മാഞ്ചസ്റ്റർ സിറ്റി താരം സെർജിയോ അഗ്യൂറോ. പ്രതികരണം താരത്തിന് സിറ്റിയുമായുള്ള കരാർ അവസാനിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ. അഗ്യൂറോ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തിയത് 2011. ന്യൂസിലൻഡിനെതിരായ 2ാം T20-യിൽ ബംഗ്ലാദേശിന് 170 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് മികച്ച തുടക്കം. 10 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് എന്ന നിലയിൽ.
ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികൾക്ക് നേരെ ആക്രമണം. സംസ്ഥാന പാതയിൽ കീഴായിക്കോണം ജംഗ്ഷൻ സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മുൻ എം പി ജോയ്സ് ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സൈനിക ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ബാലരാമപുരം സ്വദേശി മനുവാണ് പിടിയിലായത്. തട്ടിപ്പ് സംഘം ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പോലീസ്. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റുന്ന വൈകിട്ട് 6-ന് തിരുവാഭരണം ചാർത്തി ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കും. ഉത്സവാഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോവളത്ത് കടലിൽ പരിശോധന ശക്തമാക്കി പോലീസ്. നടപടി കടൽ വഴി മദ്യവും ലഹരി വസ്തുക്കളും കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തുന്നത് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിരി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് നടന്നു. ശംഖുമുഖത്തെ ആറാട്ടുകടവിൽ തന്ത്രി തരണല്ലൂർ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഘോഷയാത്ര നടന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. ചാത്തന്നൂർ ശ്രീഭൂതനാഥ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. മീനാട് വിനായകൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിന് സമീപം നിർത്തിയ ഓട്ടോറിക്ഷയും 2 കാറുകളും തകർത്തു. എലിഫന്റ് സ്ക്വാഡ് എത്തിയ ആനയെ മൈക്ക് വെടിവെച്ച് നിയന്ത്രണത്തിലാക്കി. പത്തനംതിട്ടയിൽ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടം. ഓട്ടോയ്ക്കും ബൈക്കിനും മുകളിലേക്ക് മരം കടപുഴകി വീണു. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴ വടക്കേങ്ങാടി നഗരവികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 1.5 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ പ്രദേശത്തെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകും. കോട്ടയത്ത് ചുഴലിക്കാറ്റിൽ വീടിന് മുകളിലേക്ക് വൻ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. കൊണ്ടൂക്കാല, ചാമക്കാല, കോതനല്ലൂർ, മാഞ്ഞൂർ പ്രദേശങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപോത്ത്. പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. കാട്ടുപോത്ത് ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 13 വർഷം തടവും 70,000 രൂപ പിഴയും. അടിമാല സ്വദേശി സജി പൗലോസിനെയാണ് തൊടുപുഴ പോക്സോ കോടതി ശിക്ഷിച്ചത്. കേസിനാസ്പദമായ സംഭവം 2014 ജനുവരി. എറണാകുളം ജില്ലയിൽ കാറ്റിലും മഴയിലും കൂത്താട്ടുകുളം നഗരസഭാ പ്രദേശത്തും തിരുമാറാടി പഞ്ചായത്തിലും വ്യാപക നാശനഷ്ടം. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷിനാശമുണ്ടായി. നാശനഷ്ടമുണ്ടായ മേഖല സന്ദർശിച്ച് അനൂപ് ജേക്കബ് MLA. കോതമംഗലത്ത് LDF സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണ ജാഥയ്ക്കിടെ സംഘർഷം. ആന്റണി ജോൺ MLAയുടെ പര്യടന വാഹനത്തിലേക്ക് UDF പ്രവർത്തകൻ അതിക്രമിച്ചു കയറിയെന്ന് ആരോപണം. കോട്ടപ്പുറം കോട്ടയിൽ UDF സ്ഥാനാർത്ഥി MB ജാക്സന്റെ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. സംഭവത്തിൽ UDF മേത്തല മണ്ഡലം ചെയർമാൻ VM ജോണി പ്രതിഷേധിച്ചു. പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ജില്ലാ കളക്ടർ S. ഷാനവാസ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്വീപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു സംവാദം. തൃശൂർ പറപ്പൂക്കാവ് പൂരം നാളെ. പൂരം നടത്തിപ്പിന് അനുമതി ലഭിച്ചു. ഓരോ ദേശത്തു നിന്നും ഓരോ ആനകളെ എഴുന്നള്ളിക്കാം. കാവടികൾക്കും വേലകൾക്കും നിയന്ത്രണമില്ല. പാലക്കാട് ജില്ലയിൽ 1069 അവശ്യ സർവീസ് ജീവനക്കാർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് നടക്കുക നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. വോട്ട് രേഖപ്പെടുത്താൻ അപേക്ഷ നൽകിയത് 2885 അവശ്യ സർവീസ് ജീവനക്കാർ. മലപ്പുറം ജില്ലയിലെ പുളിയാട്ടുകുളം LP സ്കൂളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടക്കും. കേന്ദ്രത്തിൽ തിരക്ക് ഒഴിവാക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മുൻകൂട്ടി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം. ഫോക്ലോർ അക്കാദമി പുരസ്കാരവും മലയാള സർവകലാശാല ഡിലിറ്റ് ബഹുമതിയും നേടിയ മാപ്പിളപ്പാട്ട് കലാകാരൻ VM കുട്ടിയെ ആദരിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റിയും ചെറുകാവ് പഞ്ചായത്ത് കമ്മിറ്റിയും ചേർന്ന് ആദരവ് സംഘടിപ്പിച്ചു. മലപ്പുറം പൊരൂർ VMHM ALP സ്കൂളിൽ പ്രീ പ്രൈമറി ഓൺലൈൻ കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സിനിമാ താരം വിനോദ് കോവൂർ. ബാലതാരം ആദർശ് P. ഹരീഷ് മുഖ്യാതിഥിയായി. പുത്തനത്താണിയിൽ അനധികൃതമായി മണ്ണ് ഖനനം ചെയ്യുന്നുവെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 4 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം.
മലപ്പുറം സിവിൽ സ്റ്റേഷൻ വളപ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കിയുള്ള കെട്ടിട നിർമ്മാണങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മലപ്പുറം ഗ്രീൻ വോയിസ് കൂട്ടായ്മ നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് നടപടി. ഹൈക്കോടതി ഇടപെടൽ മരങ്ങൾ മുറിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ. ബിരിയാണി സിനിമ പ്രദർശിപ്പിക്കാൻ ചില തിയേറ്റർ ഉടമകൾ വിസമ്മതിക്കുന്നുവെന്ന് സംവിധായകൻ സജിൻ ബാബു. പ്രദർശനം അനുവദിക്കാത്തത് മലയാള സിനിമയിലെ തുറന്നു പറച്ചിലുകളെ ഭയക്കുന്നത് കൊണ്ടാണെന്നും വിമർശനം. പ്രതികരണം കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി. കോഴിക്കോട് ദേശീയപാതയിൽ പുല്ലാഞ്ഞിമേട് പെരുമ്പള്ളി മേഖലയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നും പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ. വയനാട് കബനിക്കരയിൽ വന്യജീവി ആക്രമണം. വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് വ്യാപകമാകുന്നതായി പരാതി. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ PK ജയലക്ഷ്മിയുടെ വിജയം ഉറപ്പായതോടെ LDF അക്രമം അഴിച്ചുവിടുകയാണെന്ന വിമർശനവുമായി UDF. സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണെന്ന് വിമർശനം. അക്രമങ്ങൾക്കെതിരെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ UDF തീരുമാനം. കണ്ണൂർ ചെറുപുഴയിൽ അയൽവാസിയെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഈ മാസം 25-നാണ് പ്രതി അയൽവാസിയെ സെബാസ്റ്റിനെ വെടിവെച്ചു കൊന്നത്. കൊലപാതകത്തിന് പിന്നാലെ തൊട്ടടുത്ത കർണാടക റിസർവ് വനത്തിലേക്ക് കടന്ന പ്രതിയെ ഇരുവരെയും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പയ്യന്നൂർ നഗരത്തിലെ ബാറിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ സ്വദേശി രാഹുൽ സേത്താണ് പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് ബാറിൽ മോഷണമുണ്ടായത്. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയോഗിക്കും. വേതനമായി 750 രൂപയും കോവിഡ് സുരക്ഷാ സംവിധാനങ്ങളും അനുവദിക്കും. ചെലവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തും. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മൈക്രോ ഒബ്സർവർമാർക്കുള്ള പരിശീലനം അടുത്ത മാസം 3-ന് നടക്കും. പരിശീലനം നടക്കുക നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരുക്കിയ കേന്ദ്രങ്ങളിൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും പരിശീലനം. കാസർഗോഡ് ജില്ലയിൽ 154.83 കോടി രൂപയുടെ ക്രെഡിറ്റ് പ്ലാൻ പ്രകാശനം ചെയ്ത് കളക്ടർ ഡോക്ടർ D. സജിത് ബാബു. പ്ലാൻ തയ്യാറാക്കിയത് കേന്ദ്ര ഗവൺമെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് തുടങ്ങിയവയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി. ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം നിഴലിന്റെ ട്രെയിലർ പുറത്ത്. നവാഗതനായ അപ്പുവൻ ഭട്ടതിരി സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിൽ 4-ന് തിയേറ്ററുകളിൽ എത്തും. പവൻ കല്യാൺ, പ്രകാശ് രാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വക്കീൽ സാബിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ശ്രീറാം വേണു കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഞ്ജലി, നിവേദ തോമസ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. മഞ്ജു വാര്യർ നായികയാകുന്ന ചിത്രം ചതുർമുഖത്തിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. സണ്ണി വെയ്ൻ നായകനാകുന്ന ചിത്രത്തിന്റെ സംഗീതം ഡോൺ വിൻസെന്റ്. UPA ഭരണകാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി സോണിയാഗാന്ധി ബംഗ്ലാദേശ് സന്ദർശനം നടത്തിയെന്ന് വ്യാജ പ്രചാരണം. 2019-ൽ ഷെയ്ഖ് ഹസീനയുമായി കോൺഗ്രസ് നേതാക്കൾ ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. വ്യാജ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് പിന്നാലെ. ഭഗത് സിംഗിന് അന്ത്യാഞ്ജലി നൽകുന്നവർ എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര പോരാളികളാണ്. പാകിസ്ഥാനിലെ ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. 90 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഈ ചിത്രമെന്നും സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന് ഭഗത് സിംഗിന്റെ ശവസംസ്കാര ചടങ്ങുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഈ നേതാക്കളുടെ ശവസംസ്കാര ചടങ്ങുകൾ ബ്രിട്ടീഷ് സർക്കാർ വളരെ രഹസ്യമായാണ് നിർവഹിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം 1978-ൽ അമൃത്സറിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ട 13 സിഖുകാരുടെ ശവസംസ്കാര ചടങ്ങിന്റേതാണ്. ഇപ്പോൾ കിട്ടിയത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സന്ദീപ് നായർക്ക് ജാമ്യം. NIA രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത്. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ലതിക സുഭാഷിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാർ എന്ന് പ്രിയങ്ക ഗാന്ധി. സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയാൽ അടിച്ചമർത്താനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. കൊലയാളികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം.
മെൽഗഡ് ഫോറസ്റ്റ് റിസർവ് മുൻ റീജിയണൽ ഡയറക്ടർ MS റെഡ്ഡിയെ മഹാരാഷ്ട്ര സർക്കാർ സസ്പെൻഡ് ചെയ്തു. നടപടി ഫോറസ്റ്റ് ഓഫീസർ ദീപാലി ചവന്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് MS റെഡ്ഡി തന്നെ ഉപദ്രവിച്ചുവെന്ന ആരോപണം മുൻപ് ദീപാലി ഉന്നയിച്ചിരുന്നു. താപ അതിർത്തി പോസ്റ്റ് വീണ്ടും തുറന്ന് ഇസ്രായേൽ. ഈജിപ്ത് ഇസ്രായേൽ അതിർത്തിയിലാണ് താപ പോസ്റ്റ്. കോവിഡ് പശ്ചാത്തലത്തിൽ 1 വർഷത്തോളമായി താപ അതിർത്തി പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ന്യൂസ് പൂർത്തിയാകുന്നു.